കേരളത്തിലെ 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും പര്യടനം നടത്തിയ മന്ത്രിസഭയുടെ നവകേരള സദസ്സ് അല്പസമയത്തിനകം അവസാനിക്കും. തിരുവനന്തപുരം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലെ സംയുക്ത സദസ്സാണ് സമാപന പരിപാടി. സേഫ് സൈൻലാബ്ദീൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സേഫ് 140 മണ്ഡലങ്ങൾ 36 ദിവസം അവസാനം ഇതാ നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് സമാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് നിലവിൽ ഇന്നത്തെ പരിപാടികൾ, എന്തൊക്കെയാണ് ഇനി സമാപന പരിപാടികൾ എന്തൊക്കെയാണ്? അതോടൊപ്പം തന്നെ മന്ത്രിസഭയുടെ വിലയിരുത്തൽ എങ്ങനെയാണ്, സർക്കാരിന്റെ വിലയിരുത്തൽ എങ്ങനെയാണ്? നവകേരള സദസ്സ് വിജയമാണെന്ന് തന്നെയാണോ? ജനപങ്കാളിത്തം കൊണ്ട് വലിയ വിജയമാണ് എന്നാണ് സംസ്ഥാന സർക്കാർ, ഇടതുമുന്നണി CPM-ഉം എല്ലാം ഇതിനെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ സംസ്ഥാന സർക്കാരിന്റെ CPM-ഉം രാഷ്ട്രീയപരമായിട്ട് അത് യോഗം ചേർന്നുകൊണ്ട് വിലയിരുത്തും. എന്നിരുന്നാലും അവർ പ്രാഥമികമായി വിലയിരുത്തുന്നത് ജനപങ്കാളിത്തം കൊണ്ടും ലഭിക്കുന്ന പരാതികൾ കൊണ്ടും എല്ലാം ഈ പരിപാടി വിജയമാണ്. ജനങ്ങൾ അത് ഏറ്റെടുത്തത് കൊണ്ടാണ് പരിപാടിയിൽ വരികയും പരാതികൾ നൽകുകയും അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. സർക്കാരിന് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്ന നിർദ്ദേശം രാവിലെ ചേർന്നുകൊണ്ടിരുന്ന പൗരപ്രമുഖരുടെ യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ എഴുതി വാങ്ങിയിട്ടും ഉണ്ട്. നവംബർ 18 തുടങ്ങിയ യാത്ര 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും യാത്ര ചെയ്താണ് അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് പോളിടെക്നിക് ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത്. 2 മണ്ഡലങ്ങളുടെ നവകേരള സദസ്സാണ് അവിടെ ഒരുമിച്ച് നടക്കുന്നത്, തിരുവനന്തപുരത്തിന്റെയും വട്ടിയൂർക്കാവിന്റെയും. അതുകൊണ്ട് തന്നെ വലിയ ജനപങ്കാളിത്തം ഈ മണ്ഡലത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. 2 മണ്ഡലങ്ങളിലെ ജനങ്ങളായതുകൊണ്ട് വലിയ പങ്കാളിത്തമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമാപന സമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് എത്തിച്ചേരും. നിലവിൽ കഴക്കൂട്ടത്തെ പരിപാടി കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലേക്കുള്ള യാത്രയിലാണ് നവകേരള ബസ്. ശരി, തിരുവനന്തപുരത്ത് നിന്ന് സേഫ് സൈൻലാബ്ദീനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.